നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 മനഃശുദ്ധി വന്നവർക്ക് ക്രമേണ ഈശ്വരഭാവം ഉൾക്കൊള്ളാൻ കഴിയും. അതിന് മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് വ്രതങ്ങൾ. ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്ര ശരീരം കൊണ്ട് മാത്രമല്ല, അത് മനസ്സിലേക്കുള്ള തീർത്ഥയാത്ര കൂടിയാണ്. ഉള്ളിലിരിക്കുന്ന ആത്മതത്വത്തെ തേടിയുള്ള യാത്രയാണത്. ഇന്ന് മാലയിട്ട് നാളെ ദർശനം നടത്തുന്ന ഭക്തിയുമല്ലത്. അത് ഈശ്വരാന്വേഷണ യാത്രയുടെ തുടക്കവുമാണ്. അഹങ്കാരത്തിനും അറിവില്ലായ്മയ്ക്കും കാമം, ക്രോധം, ലോഭം, മോഹം മുതലായ അഷ്ടരാഗങ്ങൾക്കുമപ്പുറം പരമാത്മ ചൈതന്യത്തിൻ്റെ വെളിച്ചമാകുന്നതാണ് തത്വമസി എന്ന മഹാവാക്യം. മാലയിട്ട് വ്രതമെടുത്ത് ശരണം വിളിച്ച് 18 മലകളും താണ്ടി അയ്യപ്പസന്നിധിയിലെത്തുന്ന ഭക്തൻ തത്വമസി എന്ന വാക്യം ഓർമ്മിപ്പിക്കുന്ന ഈശ്വര പദത്തിലേക്കാണ് എത്തുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ലൗകികമായ വികാര വിചാരങ്ങളുടെ പ്രതീകങ്ങളായ 18 പടികൾ കടന്നാലേ തത്വമസിയുടെ സമത്വലോകത്ത് എത്തുകയുള്ളൂ. അതിനുള്ള കഠിനമായ തപസ്സിൻ്റെ പ്രതീകമാണ് ശബരിമല തീർത്ഥാടനവും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും. തുടർന്ന് ഗുരു ഉപദേശം കേൾക്കാം. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ പരിശ്രമം. ശ്രീബുദ്ധൻ. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ധ്യാനാഞ്ജനേന സമവേക്ഷ്യ തമ പ്രദേശം ഭിത്വാ മഹാബലിഭിരീശ്വരനാമ മന്ത്രൈഃ ദിവ്യാശ്രിതം ഭുജഗഭൂഷണമുദ്വഹന്തി യേ പാദപദ്മമിഹ തേ ശിവതേ കൃതാർത്ഥാഃ. ധ്യാനാഞ്ജനേന സമവേക്ഷ്യ തമ പ്രദേശം ഭിത്വാ മഹാബലിഭിരീശ്വരനാമ മന്ത്രൈഃ ദിവ്യാശ്രിതം ഭുജഗഭൂഷണമുദ്വഹന്തി യേ പാദപദ്മമിഹ തേ ശിവതേ കൃതാർത്ഥാഃ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. ധ്യാനമാകുന്ന കൺമഷി എഴുതി ഈശ്വരനാമ മന്ത്രങ്ങളാൽ ശ്രീ പരമേശ്വരൻ്റെ പാദപത്മമാകുന്ന നിധിയെ കണ്ടെത്തുന്നവരാണ് കൃതാർത്ഥന്മാർ. ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദ ലഹരിയിലെ 72-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് തുടർന്ന് നമുക്ക് കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു
ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 71-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ സുധീന്ദ്രനായവൻ, നല്ല തെളിഞ്ഞ ശുദ്ധമായ ബുദ്ധിയോടൊത്തവരിൽ മുമ്പൻ, മികച്ചവൻ, അങ്ങനെയുള്ള ആൾ ആരൂഢഭക്തി ഗുണകുഞ്ചിത ഭാവചാപയുക്തൈ, വർദ്ധിതമായ ഉയർന്ന ഭക്തിയാകുന്ന ഞാൻ കൊണ്ട് വലിച്ചു കെട്ടപ്പെട്ടതിനാൽ വളഞ്ഞ വില്ലോടുകൂടി അമോഘങ്ങളായ, ഒരിക്കലും വെറുതെയാവാത്ത, താത്പര്യം ലക്ഷ്യഭേദിയായ ശിവസ്മരണ ബാണഗണങ്ങളെ കൊണ്ട്, ശിവസ്മരണമാകുന്ന ബാണം, അമ്പുകളുടെ കൂട്ടത്തെ കൊണ്ട്, കിൽബിഷരിഭൂൻ നിർജിത്യ, കിൽബിഷങ്ങൾ, ദോഷങ്ങളാകുന്ന ശത്രുക്കളെ ജയിച്ചിട്ട്, നമ്മുടെയൊക്കെ അന്ധകരണത്തിലുള്ള കാമക്രോധ ലോഭമോഹ മതമത്സര്യാദി ശത്രുക്കൾ, മായാവിത്വം, വഞ്ചനാ സ്വഭാവം, കുടിലത, വക്രത, ഇങ്ങനെയൊക്കെ പറയാം. നാനാവിധ ചിത്തദോഷങ്ങൾ നമ്മളിലുണ്ട്. അസത്യവദനശീലം, കള്ളം പറയുക എന്നുള്ളത്, ഇങ്ങനെ ചിത്തദോഷങ്ങളെ മുഴുവൻ നിർജിത്യ, ജയിച്ചിട്ട് വിജയിയായിട്ട് ആനന്ദത്തോടുകൂടെ സുസ്ഥിര രാജലക്ഷ്മിയെ, സ്ഥിരമായ രാജലക്ഷ്മിയെ, ഒരിക്കലും ക്ഷയിക്കാത്ത രാജലക്ഷ്മിയെ, അങ്ങേയറ്റം ശോഭിക്കുന്ന ഐശ്വര്യത്തെ എന്നും പറയാം. സുസ്ഥിരഭാവത്തിൽ ശോഭിക്കുന്ന ഐശ്വര്യത്തെ ആവഹതി, നേടുന്നു. ഇവിടെ സുസ്ഥിര രാജലക്ഷ്മി എന്താണ്? സുസ്ഥിരമായ ശോഭായമാനമായ സ്ഥലം ഏതാണ്? അതിൽ സന്ദേഹമൊന്നുമില്ല, പരമസത്യ സാക്ഷാത്കാരമാണ്, പരമാത്മപദപ്രാപ്തിയാണ്. അല്ലാതെ അത് ഭൗതികമായ എന്തെങ്കിലും രാജ്യത്തിൻ്റെ ലബ്ധിയോ അലബ്ധിയോ അല്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഭക്തിയാൽ ചേർക്കപ്പെട്ട, ഞാൻ കെട്ടപ്പെട്ട വില്ല്. എന്താണ് ആ വില്ല്? അത് വാസ്തവത്തിൽ തത്വാനുസന്ധാനത്തിന് ഉപകരിക്കുന്ന മന്ത്രമാവാം. പ്രണവോധനു എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഓംകാരം തന്നെ വില്ലാണ്. അവിടെ ദൃഢഭക്തിയാകുന്ന ബാണങ്ങൾ, അമ്പുകൾ, അവയെ ബന്ധിച്ച് ലക്ഷ്യത്തെ ഭേദിക്കുന്നു. ആ ലക്ഷ്യഭേദനമെന്നുള്ളത് സുസ്ഥിരമായ രാജലക്ഷ്മിയെ പ്രാപിക്കാനുള്ള ഉപായമാണ്. അത് പരമേശ്വര സാക്ഷാത്കാരമല്ലാതെ മറ്റൊന്നല്ല. ഇങ്ങനെ സുധീന്ദ്രന്മാർ ജീവിതത്തെ ധന്യമാക്കുന്നു എന്നാണ്. തുടർന്ന് പറയുകയാണ് 72-ാമത്തെ ശ്ലോകം. ധ്യാനാഞ്ജനേന സമവേക്ഷ്യ തമപ്രദേശം ഭിത്വാ മഹാബലിഭിരീശ്വരനാമമന്ത്രൈഃ ദിവ്യാശ്രിതം ഭുജഗഭൂഷണമുദ്വഹന്തി യേ പാദപത്മമിഹ തേ ശിവതേ കൃതാർത്ഥാഃ. ധ്യാനാഞ്ജനേന സമവേക്ഷ്യ തമപ്രദേശം ഭിത്വാ മഹാബലിഭിരീശ്വരനാമമന്ത്രൈഃ ദിവ്യാശ്രിതം ഭുജഗഭൂഷണമുദ്വഹന്തി യേ പാദപത്മമിഹ തേ ശിവതേ കൃതാർത്ഥാഃ. ഹേ ശിവ, അല്ലയോ ശിവ, മംഗളസ്വരൂപൻ, ധ്യാനാഞ്ജനേന
ധ്യാനമാകുന്ന അഞ്ജനം കൊണ്ട്, അഞ്ജനം കൺമഷി, സമവേക്ഷ്യ നല്ലതുപോലെ കണ്ടിട്ട്, തമപ്രദേശം ഇരുണ്ട അപ്രകാശിതമായ ദേശത്തെ കണ്ടിട്ട്, ഈശ്വരനാമമന്ത്രങ്ങളാകുന്ന മഹാബലശാലികളാൽ ഭേദിച്ചിട്ട്, ഭിത്വ തകർത്തിട്ട് ഭേദിച്ചിട്ട്, ദിവ്യാശ്രിതമായിരിക്കുന്ന ദിവ്യന്മാരാൽ ആശ്രയിക്കപ്പെടുന്ന, ഭുജഗഭൂഷണം സർപ്പങ്ങളാൽ അലങ്കരിക്കപ്പെടുന്ന ആ പരമമായ നിധിയെ ഉദ്വഹന്തി എടുക്കുന്നവർ യാവരാണോ, ഏതാണ് ആ നിധി? പാദപത്മം, ഭഗവാന്റെ പാദപത്മമാകുന്ന നിധിയെ ഗ്രഹിക്കുന്നവർ, തേ കൃതാർത്ഥാഹ, അവരാണ് കൃതാർത്ഥന്മാർ, അവരാണ് കൃതാർത്ഥന്മാർ. ഇവിടെ സാമാന്യമായിട്ട് ലോകത്തിൽ നിധി കണ്ടെത്താറുണ്ട്. അതിന് പ്രത്യേകങ്ങളായിരിക്കുന്ന മന്ത്രസിദ്ധങ്ങളായിരിക്കുന്ന അഞ്ജനങ്ങളെ എഴുതി, അതുകൊണ്ട് തമപ്രദേശത്തെ കണ്ടുപിടിച്ച് അവിടത്തേക്ക് എത്തുന്നതിനുള്ള തടസ്സങ്ങളെയെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് അങ്ങനെയാണ് നിധിയെ നേടുന്നത്. അങ്ങനെ നേടുന്ന നിധിയോ താൽക്കാലികം മാത്രമായിരിക്കും. എന്നാൽ ഇവിടെയാകട്ടെ കൃതാർത്ഥതയിലേക്ക് നമ്മളെ നയിക്കുന്ന പരമമായ നിധിയാണ്. അതാണ് ശിവപാദപത്മം. അതിനെ നേടുന്നവർ കൃതാർത്ഥന്മാരാണെന്ന് പറയുന്നു. ഈ ശ്ലോകം അല്പം കൂടി വിസ്തൃതമായി നമുക്ക് ചിന്തിക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. ഏറ്റവും ഒടുവിൽ ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും കണ്ട് ആരതി തൊഴുതും മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. രാജന്മത്തമരാള മന്ദഗമന രാജീവ ഭദ്രേക്ഷണ രാജീവ പ്രഭവാദിദേവ മകുടൈഃ രാജാത്പദാംഭോരുഹ രാജീവായതപത്രമണ്ഡിതകുച രാജാധിരാജേശ്വരീ ശ്രീശൈലസ്ഥലവാസിനീം ഭഗവതീം ശ്രീമാതരം ഭാവയേ. ശ്രീനാഥാദൃതപാലിത ത്രിഭുവന ശ്രീചക്രസഞ്ചാരിണീ ഗാനാസക്ത മനോജ്ഞയൗവനലസത് ഗന്ധർവകന്യാദൃതാ ദീനാനാമതിവേലഭാഗ്യജനനീം ദിവ്യാംബരാലങ്കൃതാം ശ്രീശൈലസ്ഥലവാസിനീം ഭഗവതീം ഇത് ശ്രീ പയ്യാവൂർ ശിവക്ഷേത്രം. കിരാതമൂർത്തിയായ ഭഗവാൻ പരമശിവൻ പാർവതി സമേതനായി ഇവിടെ കുടികൊള്ളുന്നു. ത്രിഭുവന ശ്രീചക്രസഞ്ചാരിണീ ഗാനാസക്ത മനോജ്ഞയൗവനലസത് അനന്തമായ ആകാശത്തിന് കീഴിൽ ഋതുഭേദങ്ങളെയെല്ലാം തന്നിലേക്ക് ആവാഹിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ മേൽക്കൂരയോ ചുറ്റമ്പലമോ കൂടാതെയാണ് ശ്രീകോവിൽ നിലകൊള്ളുന്നത്. ശ്രീശൈലസ്ഥലവാസിനീം ഭഗവതീം ശ്രീമാതരം. കാളിയാർ കിരാതമൂർത്തി എന്നാണ് പയ്യാവൂരപ്പനായ ഭഗവാൻ പരമശിവൻ അറിയപ്പെടുന്നത്. ദർവീകുംഭൗ മണികനക സംഭാവിത ഗുണൗ ദധാനാ പാണിഭ്യാം അമൃതരസമൃഷ്ടാന്ന കലിതൗ കർണാടക അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഈ മലയോര പ്രദേശത്ത് വ്യത്യസ്തമായ സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് പയ്യാവൂർ ശിവക്ഷേത്രം. അഭീഷ്ടാർത്ഥവിഭവം ഉഭൗ ദർവീകുംഭൗ മണികനക സംഭാവിത ഗുണൗ ദധാനാ പാണിഭ്യാം അമൃതരസമൃഷ്ടാന്ന കലിതൗ കളാഢ്യാ കല്യാണി കലിതസദന ശ്രീഗിരീശിര. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിലാണ് പയ്യാവൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രചയതു അഭീഷ്ടാർത്ഥവിഭവം
രാജന്മത്തമരാളമന്ദഗമനാ രാജീവഭദ്രേക്ഷണാ രാജീവപ്രഭവാദിദേവമകുടൈഃ രാജാത്പദാംഭോരു. മഹാഭാരതത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി ചരിത്രം. രാജാധിരാജേശ്വരീ. കാലിയാർ കുന്നുകളിൽ കിരാതവേഷം ധരിച്ചു വസിക്കുകയായിരുന്ന പാർവതി പരമേശ്വരന്മാരെ പ്രസാദിപ്പിക്കാനായി വില്ലാളി വീരനായ അർജുനൻ തപസ് ചെയ്യുകയായിരുന്നു ഇവിടെ. മഹാഭാരത യുദ്ധത്തിൽ ശത്രുവിനെ തോൽപ്പിക്കുന്നതിനായി ഒരു സവിശേഷമായ ആയുധം വരം നേടാനായിരുന്നു അർജുനൻ തപസ് തുടങ്ങിയത്. ശ്രീചക്ര സഞ്ചാരിണീ. അർജുനന്റെ തപസ്സിൽ ഭഗവാൻ പ്രസാദിച്ചുവെങ്കിലും അർജുനനെ ഒന്ന് പരീക്ഷിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. കന്യാദ്രുതാം. ഭഗവാൻ പരമശിവൻ കാട്ടാള രൂപം പൂണ്ട് അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചില പരിഹാസവാക്കുകൾ പ്രയോഗിച്ച് അർജുനനെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഉദ്ദേശം ഫലിച്ചു. കോപിഷ്ഠനായ അർജുനൻ കാട്ടാള രൂപം പൂണ്ടു നിൽക്കുന്ന ഭഗവാനുമായി മല്ലയുദ്ധം തുടങ്ങി. മല്ലയുദ്ധത്തിനൊടുവിൽ ഭഗവാൻ പരമശിവൻ അർജുനനെ തൂക്കിയെടുത്ത് വലിച്ചെറിഞ്ഞു. വീഴ്ചയുടെ ആഘാതത്തിൽ അർജുനന് ബോധം നഷ്ടമായി. ബോധം വീണ്ടെടുത്ത അർജുനൻ ഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിച്ചു. മണ്ണ് കുഴച്ച് ഒരു വിഗ്രഹമുണ്ടാക്കി അതിൽ കാഞ്ഞിരത്തിന്റെ ഇലകൾ അർപ്പിക്കുകയും ചെയ്തു. അർജുനന്റെ മനസ്സരിഞ്ഞുള്ള പ്രാർത്ഥന കേട്ട ഭഗവാൻ അർജുനന്റെ മുന്നിൽ പാർവതി സമേതനായി പ്രത്യക്ഷപ്പെട്ടു. അർജുനന് അവിടെ വെച്ച് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ശ്രീമാതരം ഭാവയേ. ഉഭൗ ദർവീ കുംഭൗ മണികനക സംഭാവിത ഗുണൗ. ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് ഒരു അശരീരി ഉണ്ടായത്രേ. വെയിലും മഴയും മറ്റു ഋതുക്കളുമെല്ലാം തന്നിൽ ഏൽക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിക്കൂടാ എന്നായിരുന്നു അത്രേ ആ അശരീരി. അതുപ്രകാരം മേൽക്കൂരയില്ലാത്തതും ചുറ്റമ്പലമില്ലാത്തതുമായ ഒരു ശ്രീകോവിലാണ് ഇവിടെ നിർമ്മിച്ചത്. ഇന്നും ഈ രീതി മാറ്റമില്ലാതെ തുടരുകയാണ്. ദധാനാ പാണിഭ്യാം അമൃതരസമൃഷ്ടാന്നകലിതൗ. കളാഢ്യാ കല്യാണി കലിതസദനാ ശ്രീഗിരീശിരസി. അസൗ ഭ്രാമര്യംബാ രചയതു അഭീഷ്ടാർത്ഥവിഭവം. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിൽ നിന്നും അല്പം മാറി ഒരു പഴയ ക്ഷേത്രമുണ്ട്. താഴത്തമ്പലം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം. അത്താഴ പൂജ കഴിഞ്ഞാൽ പ്രധാന ശ്രീകോവിലിൽ ആളുകൾ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു അത്രേ. ഈ ഒരു വിശ്വാസപ്രകാരമാവണം അന്ന് ആളുകൾ രാത്രികാലത്ത് താമസിച്ചിരുന്നത് താഴത്തമ്പലത്തിലായിരുന്നു. വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം. ഇവിടെ പീഠപ്രതിഷ്ഠയാണുള്ളത്. 2 തവണ നിത്യനിവേദ്യം നടത്തുന്നതല്ലാതെ മറ്റു പൂജകളൊന്നും ഇവിടെയില്ല. ഉത്സവകാലത്ത് താഴത്തമ്പലത്തിൽ നിന്നാണ് എഴുന്നള്ളത്ത് ആരംഭിക്കുന്നത്. ഉത്സവത്തിനായി അരി കൊണ്ടുവരുന്ന കുടക് നിവാസികൾ ഇവിടെയാണ് അത് നിക്ഷേപിക്കുന്നത്. പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ മൂലഭണ്ഡാരം താഴത്തമ്പലത്തിലാണുള്ളത്. ഗളേരുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാലകാലം ഗണേശാധിപാലം. ജടാജൂട്ടഗംഗോത്തരംഗൈർവിശിഷ്യം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. മുദാമാകരം മണ്ഡനം മണ്ഡയം. പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ നിന്നും അല്പം മാറി പഴശ്ശി ഭഗവതി ക്ഷേത്രമുണ്ട്. അനാദിം ഹ്യപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. തൊട്ടടുത്തായി പാർവതീകോട്ടം സ്ഥിതി ചെയ്യുന്നു. വിഷു എഴുന്നള്ളത്തും വിഷുവിളക്ക് ഉത്സവവും നടക്കുന്നത് ഇവിടെയാണ്. മഹാമണ്ഡലം ഭസ്മഭൂഷാധരം തം.
പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവം ഊട്ടുത്സവമായാണ് നടത്തുന്നത്. കോമരത്തച്ഛൻ ഊട്ടറിയിച്ച് കുടകിലേക്ക് തിരുവായുധവുമായി പോകുന്നതോടെ ഉത്സവത്തിന് ആരംഭമാകുന്നു. കർണാടകത്തിലെ കുടകരുടെ പങ്കാളിത്തമാണ് ഊട്ടുത്സവത്തിന്റെ പ്രധാന പ്രത്യേകത. ഊട്ടുത്സവത്തിനുള്ള അരി കൊണ്ടുവരുന്നത് കുടകിലെ കടിയത്ത് നാട്ടിൽ നിന്നാണ്. കാളപ്പുറത്താണ് അരി കൊണ്ടുവരുന്നത്. ഓമന കാഴ്ചയാണ് ഉത്സവത്തിന്റെ മറ്റൊരു പ്രധാന വിശേഷം. വാഴക്കുല, ചക്ക, നാളികേരം, ഇളനീർക്കുല എന്നീ കാഴ്ചവസ്തുക്കൾ കൂട്ടിക്കെട്ടി പല ദേശങ്ങളിൽ നിന്നും എഴുന്നള്ളത്തായി കൊണ്ടുവരുന്നു. കോമരത്തച്ഛനാണ് ഇലഞ്ഞിമരച്ചോട്ടിൽ വച്ച് ഈ കാഴ്ച കൈയേൽക്കുന്നത്. മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ വടാധോ നിവാസം മഹാട്ടാ. തളിപ്പറമ്പ് ഇടവലത്ത് പൊടിയൂർ മനയ്ക്കാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ തന്ത്രാവകാശം. ശ്രീ സോമേശ്വരി, അയ്യപ്പൻ എന്നീ ഉപദേവതമാരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. സുരേശം മഹേശം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ വടാധോ നിവാസം മഹാട്ടാട്ടഹാസം മഹാപാപനാശം സദാ സുപ്രകാശം ഗിരീശം ഗണേശം സുരേശം മഹേശം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. गिरीन्द्रात्मजा सङ्गृहीतार्धदेहं गिरौ संस्थितं सर्वदा सन्निगेहम् परब्रह्म ब्रह्मादिभिर्वन्द्यमानं शिवं शङ्करं शम्भुमीशानमीढे. गिरीन्द्रात्मजा सङ्गृहीतार्धदेहं गिरौ संस्थितं सर्वदा सन्निगेहम् परब्रह्म ब्रह्मादिभिर्वन्द्यमानं शिवं शङ्करं शम्भुमीशानमीढे. कपालं त्रिशूलं कराभ्यां दधानं पदाम्भोजनं रायकामं दधानम् बलिवर्धयानं सुराणां प्रधानं शिवं शङ्करं शम्भुमीशानमीढे. कपालं त्रिशूलं कराभ्यां दधानं पदाम्भोजनं रायकामम्. ആചാര വൈവിധ്യം കൊണ്ടും ഐതിഹ്യ പ്രഭ കൊണ്ടും സമ്പന്നമാണ് പയ്യാവൂർ ശിവക്ഷേത്രം. മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തരെ അനുഗ്രഹ ആശീസ്സുകൾ ചൊരിഞ്ഞ് കഷ്ടനഷ്ടങ്ങൾക്ക് മുക്തി നൽകി രക്ഷിക്കുകയാണ് വൈകാലൂരപ്പനായ ഭഗവാൻ.